നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചിലരുടെ സാന്നിധ്യം ടീമിന് വലിയ ഉന്മേഷം നൽകും. ആഫ്കോൺ ചാമ്പ്യനായി തിരികെ എത്തിയ സാദിയോ മാനെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ മത്സരത്തിൽ അൽ തവൂണിനെ അൽ നസ്ർ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിർണായക വിജയമാണ്. അൽ തവൂൺ ലീഗിലെ മികച്ച ടീമുകളിൽ ഒന്നാണ്. അതുതന്നെയാണ് കോച്ച് ഓർഗെ ഹീസസ് കളിക്ക് ശേഷം പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ് ഈ ഒരു വിജയത്തിൽ. മികച്ച ടീമുകളിൽ ഒന്നിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ 17 കളികളിൽ നിന്ന് 40 പോയിന്റോടെ 2ാം സ്ഥാനത്താണ് അൽ നസർ. 17 കളി 45 പോയിന്റോടെ അൽ ഹിലാൽ 1ാം സ്ഥാനത്ത്. അൽ തവൂൺ 17 കളി 35 പോയിന്റോടെ 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. കളിയിൽ അൽ നസർ വിജയിച്ചത് ഓൺ ഗോളിലാണ്. പക്ഷേ ആ ഓൺ ഗോളിന് വഴിവെച്ചതൊക്കെ സാദിയോ മാനെയാണ്. മാനയുടെ ക്രോസ് അത് പെനാൽറ്റി ബോക്സിലേക്ക് എത്തുമ്പോൾ എതിർ ടീം ഡിഫൻഡർ തടയാനുള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്കാണ് പന്ത് വലയിലേക്ക് കയറുന്നത്. മാനെ അതിമനോഹരമായിട്ട് കളിച്ചു. മാനെയാണ് ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. മാത്രമല്ല, മാനയുടെ ചില നീക്കങ്ങൾ അതിസുന്ദരവും ഡേഞ്ചറസുമായിരുന്നു. എതിരാളികളുടെ പോസ്റ്റിലടിച്ചു പോകുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും അതിസുന്ദരമായിട്ട് തന്നെ മാനെ കളിച്ചു. ഡിഫൻസ് ശക്തമായിട്ട് നിന്നു. അതുകൊണ്ടൊക്കെ അൽ നസർ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മത്സരത്തിൽ അലവാൽ പാർക്കിൽ റിയാദിൽ നടന്ന കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും കിങ്സ്ലി കോമനും സാദിയോ മാനയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതിയിൽ നിരവധി അവസരങ്ങൾ അൽ നസറിനുണ്ടായിരുന്നു. 3-4 ഗോളിന് ലീഡ് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ അൺലക്കിയായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ ഒരു സമയത്ത് കളിയുടെ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ മാനയുടെ ആ ക്രോസിൻ്റെ സമയത്ത് അവർ ലക്കിയായി. അൽ ദോസരയുടെ തലയിൽ കൊണ്ടുകൊണ്ട് പന്ത് അൽ തവൂണിൻ്റെ വലയിലേക്ക് കയറി. ഓൺ ഗോളാണ്. എന്നാലും കളി ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽ നസർ മുന്നിലായിരുന്നു. 2ാം പകുതിയിലും ഈ പറഞ്ഞ പോലെ തന്നെ അൽ നസറിന് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഗോളിലേക്ക് വഴി എത്തിക്കാൻ പറ്റിയില്ല. പലവട്ടം നീക്കങ്ങൾ, സാദിയോ മാനയുടെ മനോഹരമായ നീക്കത്തിനൊടുവിലെ ഷോട്ട് പോസ്റ്റിലടിച്ച് മടങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ വേറെയും ഉണ്ടായി. എന്നാലും ഒടുവിൽ 1-0 വിജയം നേടുമ്പോൾ അൽ നസറിൻ്റെ കോച്ച് ആശ്വാസത്തിലാണ്. പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക, കഴിയാവുന്നത്ര അൽ ഹിലാലിനൊപ്പം പിടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. 17 കളി 40 പോയിന്റ്. അൽ നസർ 2ാമത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ വരാം.